ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തന്നെയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് തന്നെയാണ്. ഇപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്വയമേ ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നതോടൊപ്പം ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. വരുന്ന എക്സാമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇപ്പോൾ ഇനാഗുറേഷൻ എന്ന വേർഡിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇനാഗുറേഷൻ. INAUGURATION കേട്ടോ. AU ആണ്, എ കഴിഞ്ഞ് യു ഉണ്ട്. INAUGURATION ഇനാഗുറേഷൻ. INAUGURATION. അടുത്ത ചോദ്യം, ദ എക്സ്പ്രഷൻ എൻ മാസെ മീൻസ്. എൻ മാസെ എന്നതിൻ്റെ മീനിങ്. ഓപ്ഷൻ എ സ്ലോലി, ഓപ്ഷൻ ബി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ്, ഓപ്ഷൻ സി ബൈ പാർട്സ്, ഓപ്ഷൻ ഡി ഇൻ എ ഗ്രൂപ്പ്. ഇപ്പോൾ എൻ മാസെ എന്നതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അർത്ഥം? എൻ മാസെ എന്നതിൻ്റെ മലയാളം മീനിങ് മൊത്തമായി അല്ലെങ്കിൽ ഒരൊറ്റ കൂട്ടമായി എന്നൊരു മീനിങ് ആണ്. മൊത്തമായി അല്ലെങ്കിൽ ഒരൊറ്റ കൂട്ടമായി. അതേ മീനിങ് വരുന്ന ഏതാണ്? ഇൻ എ ഗ്രൂപ്പ് ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻ എ ഗ്രൂപ്പ്. എൻ മാസെ എന്നതിൻ്റെ അർത്ഥം ഇൻ എ ഗ്രൂപ്പ്, മൊത്തമായി അല്ലെങ്കിൽ ഒരൊറ്റ കൂട്ടമായി. അടുത്ത ചോദ്യം, ദ ഫ്രൈസൽ വെർബ് കാൾ ഓഫ് മീൻസ്. കാൾ ഓഫ് എന്ന ഫ്രൈസൽ വെർബിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ടു ഓർഡർ, ഓപ്ഷൻ ബി ഇൻവൈറ്റഡ്, ഓപ്ഷൻ സി ടു അഡ്വാൻസ്, ഓപ്ഷൻ ഡി ടു ക്യാൻസൽ. കാൾ ഓഫ് എന്നതിൻ്റെ മീനിങ്. ഇപ്പോൾ കാൾ ഓഫ് എന്നതിൻ്റെ മലയാളം മീനിങ് എന്താണ്? റദ്ദാക്കുക അല്ലേ. റദ്ദാക്കുക എന്നൊരു മീനിങ് ആണ്. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ, ടു ക്യാൻസൽ. ടു ക്യാൻസൽ. ഇപ്പോൾ ഫ്രൈസൽ വെർബ് കാൾ ഓഫ് എന്ന ഫ്രൈസൽ വെർബിൻ്റെ മീനിങ് ടു ക്യാൻസൽ, റദ്ദാക്കുക എന്നൊരു മീനിങ് ആണ്. ഇതൊക്കെ ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, കാൾ ഓഫൊക്കെ. അടുത്ത ചോദ്യം, ദ ഫ്രേസ് ഇൻ ദ ലോങ് റൺ മീൻസ്. ദ ഫ്രേസ് ഇൻ ദ ലോങ് റൺ മീൻസ്. ഇപ്പോൾ ഇൻ ദ ലോങ് റൺ എന്ന ഫ്രേസിൻ്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ ഇനിഷ്യലി, ഓപ്ഷൻ ബി ഒക്കേഷണലി, ഓപ്ഷൻ സി അൾട്ടിമേറ്റ്ലി, ഓപ്ഷൻ ഡി ഗ്രാജുവലി. ഇൻ ദ ലോങ് റൺ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ അൾട്ടിമേറ്റ്ലി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, അൾട്ടിമേറ്റ്ലി. അപ്പോൾ ഇൻ ദ ലോങ് റൺ എന്നതിൻ്റെ മീനിങ് എന്താണ്? അവസാനത്തിൽ. അവസാനത്തിൽ എന്നൊരു മീനിങ് ആണ് കേട്ടോ. അതേ സെയിം മീനിങ് വരുന്നത് അൾട്ടിമേറ്റ്ലി ആണ്, അന്തിമമായി. അവസാനത്തിൽ, അന്തിമമായി എന്നൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇൻ ദ ലോങ് റൺ എന്നതിൻ്റെ മീനിങ് അവസാനത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ എന്നൊരു മീനിങ് ആണ്. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് അൾട്ടിമേറ്റ്ലി ആണ്. അൾട്ടിമേറ്റ്ലി എന്നതിൻ്റെ അർത്ഥം അന്തിമമായി, അവസാനം എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇനി ഓപ്ഷൻ എ നോക്കിയാൽ ഇനിഷ്യലി. ഇനിഷ്യലി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യമായി എന്നൊരു മീനിങ് ആണല്ലേ, ആദ്യമായി. അതുപോലെ ഓപ്ഷൻ ബി ഒക്കേഷണലി എന്നതിൻ്റെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ. വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ എന്നൊരു മീനിങ് ആണ് ഒക്കേഷണലി. അതുപോലെ ഗ്രാജുവലി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രാജുവലി, പടിപടിയായി അല്ലേ, ക്രമേണ അല്ലെങ്കിൽ പടിപടിയായി എന്നൊക്കെ ഒരു മീനിങ് ആണ് ഗ്രാജുവലി. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ ദ ലോങ് റൺ എന്നതിൻ്റെ അർത്ഥം അവസാനത്തിൽ. അതേ സെയിം മീനിങ് വരുന്നത് അൾട്ടിമേറ്റ്ലി ആണ്, അവസാനത്തിൽ അല്ലെങ്കിൽ അന്തിമമായി, ആത്യന്തികമായി എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട്. അടുത്ത ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ് ഈസ്. ഓപ്ഷൻ എ he was issued the orders, option B the orders were issued by him, option C the orders was issued by him, option D he had been issued the orders.
അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ പാസീവ് ഫോമാണ് കണ്ടെത്തേണ്ടത്. ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ് എന്നതിൻ്റെ പാസീവ് ഫോം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസർ കണ്ടെത്താം കേട്ടോ. അപ്പം നമ്മൾ നോക്കിയേ, തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്. ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആവും, അതുപോലെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റും ആവും. ഇവിടെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആവും അല്ലേ. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് എന്താണ്? ദ ഓർഡേഴ്സ് ആണല്ലേ. ദ ഓർഡേഴ്സ് അത് പാസീവ് വോയിസിൽ വരുമ്പം സബ്ജക്റ്റ് ആയിട്ട് വരണം. അങ്ങനെ വന്നിട്ടുള്ള ഏതൊക്കെ ഓപ്ഷനാണ്? ഓപ്ഷൻ ബിയും അതുപോലെ ഓപ്ഷൻ സിയും ആണല്ലേ. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റാണ് ദ ഓർഡേഴ്സ്, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റാണ് ദ ഓർഡേഴ്സ് എന്നുള്ളത്. അത് പാസീവ് വോയിസിൽ വരുമ്പം സബ്ജക്റ്റായിട്ട് വരണം, തിരിഞ്ഞ് വരണം. അങ്ങനെ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബിയും സിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ഓപ്ഷൻ എ ഹി വാസ്, അവിടെ ഹി ആണ് ആദ്യം വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ള ഓപ്ഷൻ ഡി, അവിടെയും ഹി ആണ് ആദ്യം വന്നിരിക്കുന്നത്, അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നോക്കുക, ഓപ്ഷൻ ബിയും സിയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദ ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിമ്മും ദ ഓർഡേഴ്സ് വാസ് ഇഷ്യൂഡ് ബൈ ഹിമ്മും. അപ്പോൾ വാസും വെയറുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരിക്കുന്നത് അല്ലേ. നോക്കുക, ദ ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ദ ഓർഡേഴ്സ് അല്ലേ, ഓർഡേഴ്സ്. അപ്പോൾ പ്ലൂറലാണ് വരേണ്ടത്. പ്ലൂറൽ ആകുമ്പോൾ അതിൻ്റെ കൂടെ വെയറല്ലേ വരേണ്ടത്? വാസ് സിംഗുലർ അല്ലേ. ഇപ്പോൾ ദ ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിം ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റും ആവും, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റായിട്ടും വരണം, തിരിഞ്ഞു വരണം. അങ്ങനെയുള്ളത് ഓപ്ഷൻ ബിയും സിയും മാത്രമേ ഉള്ളൂ. ദ ഓർഡേഴ്സ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബിയും സിയും മാത്രമേ ഉള്ളൂ, ദ ഓർഡേഴ്സ്. പിന്നെ ഉള്ളത് ദ ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിമ്മും ദ ഓർഡേഴ്സ് വാസ് ഇഷ്യൂഡ് ബൈ ഹിമ്മും. ഓർഡേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ് വരണം. ഇപ്പോൾ വെയർ ആണ് പ്ലൂറൽ, ദ ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിം ആണ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെ നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്തുന്നതാണ് എളുപ്പം. അടുത്ത ചോദ്യം, ഐ ആം ഗുഡ് ഡാഷ് ടെന്നീസ്. ഐ ആം ഗുഡ് ഡാഷ് ടെന്നീസ്. അപ്പോൾ ഇത് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ എ അറ്റ്, ഓപ്ഷൻ ബി ഇന്ന്, ഓപ്ഷൻ സി ഓണ്, ഓപ്ഷൻ ഡി ഓഫ്. ഏതാണ് ആൻസർ? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, അറ്റാണ്. അറ്റാണ് ആൻസർ. ഐ ആം ഗുഡ് അറ്റ് ടെന്നീസ്. ഐ ആം ഗുഡ് അറ്റ് ടെന്നീസ്. അപ്പോൾ ഒരാളുടെ ഈ ക്യാപ്പബിലിറ്റി, കഴിവിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഗുഡിന് ശേഷം അറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഗുഡിന് ശേഷം അറ്റെന്ന പ്രൊപ്പോസിഷനാണ് ചേർക്കേണ്ടത്. ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റിനെയൊക്കെ സൂചിപ്പിക്കാൻ നേരത്ത് ഗുഡിന് ശേഷം നമ്മൾ അറ്റെന്ന പ്രൊപ്പോസിഷൻ വേണം യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്. ഓപ്ഷൻ എ ഇൻഗ്രാറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ബി അൺഗ്രാറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ സി ഹാട്രഡ്, ഓപ്ഷൻ ഡി നോൺ ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? നന്ദി അല്ലേ, നന്ദി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഇൻഗ്രാറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഇൻഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കേട്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നതിൻ്റെ അർത്ഥം നന്ദി, അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻഗ്രാറ്റിറ്റ്യൂഡാണ്, അതിൻ്റെ അർത്ഥം നന്ദി കേട്. അടുത്ത ചോദ്യം, ഐ സാ ഡാഷ് വൺ ഐഡ് മാൻ. ഐ സാ ഡാഷ് വൺ ഐഡ് മാൻ. ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഒരുപാട് തവണ ഇതേ മോഡൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ തന്നെ ഇത് ചിലപ്പം കേട്ട് മടുത്തതായിരിക്കും ഇതേ സെയിം മോഡലിൽ ചോദ്യം. ഇപ്പോൾ പലരും ഇവിടെ ഈ ഒന്നിന് ഓ വവൽ ആണ്, വവൽ ലെറ്ററിലെ വന്നതുകൊണ്ട് ആനല്ലേ വരോളെന്ന് വിചാരിച്ച് ഓപ്ഷൻ ബി എഴുതാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് തെറ്റാണ്. ഐസ എ വൺ ഐഡ് മാൻ ആണ്, ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ വവൽ ലെറ്റർ നോക്കരുത്, വവൽ സൗണ്ട് മാത്രമേ നോക്കാവൂ കേട്ടോ. വവൽ ലെറ്റർ വെച്ചിട്ട് നമ്മൾ ആർട്ടിക്കിളിൽ ആൻസർ എഴുതാൻ നോക്കരുത്, ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെ വവൽ ലെറ്റർ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഏത് വരും ആൻസർ? ആന് വരും. പക്ഷേ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ഐസ എ വൺ ഐഡ് മാൻ. അപ്പോൾ നമ്മൾ വവൽ സൗണ്ട് ആണോ എന്ന് വേണം നോക്കേണ്ടത്.
നമ്മൾ ഒന്നെന്ന് എഴുതുമെങ്കിലും നമ്മൾ വായിക്കുമ്പം വൺ എന്നാണ് മലയാളത്തിൽ വായിക്കുന്നത് അല്ലേ. അപ്പോൾ വാ എന്ന് പറയുന്നത് എന്താണ്? വ്യഞ്ജനാക്ഷരമാണല്ലേ. ഇപ്പോൾ വ്യഞ്ജനാക്ഷരം നമ്മൾ മലയാളത്തിൽ എഴുതി നോക്കുമ്പോൾ വ്യഞ്ജനാക്ഷരം വന്നു കഴിഞ്ഞാൽ എ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓർത്തിരുന്നായി തന്നിരിക്കുന്ന വാക്ക് നിങ്ങൾ മലയാളത്തിൽ എഴുതി നോക്കുക. മലയാളത്തിൽ എഴുതുമ്പോൾ സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ ആനും, അതുപോലെ വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ എയും യൂസ് ചെയ്യുക കേട്ടോ. സ്വരാക്ഷരമാണെങ്കിൽ ആൻ യൂസ് ചെയ്യണം, അതുപോലെ വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എ യൂസ് ചെയ്യണം. ഇവിടെ വ്യഞ്ജനാക്ഷരമല്ലേ, വാ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരമല്ലേ. അപ്പം വ്യഞ്ജനാക്ഷരം വന്നു കഴിഞ്ഞാൽ എ വേണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ സാ എ വൺ ഐഡ് മാൻ. ഒന്നെന്നല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ചിലപ്പം എഴുതുമ്പോൾ ഒന്നെന്ന് എഴുതുമെങ്കിലും നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് വണ്ണാണ്, വായാണ് വരുന്നത് കേട്ടോ. വായാണ് വരുന്നത്, വണ്ണെന്ന് വേണം വായിക്കേണ്ടത്. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഐ സാ എ വൺ ഐഡ് മാൻ. അടുത്ത ചോദ്യം, വൺ വേർഡ് ഫോർ ആൾ ദ ആനിമൽസ് ഓഫ് ആൻ ഏരിയ. വൺ വേർഡ് ഫോർ ആൾ ദ ആനിമൽസ് ഓഫ് ആൻ ഏരിയ. അതായത് ഒരു ഏരിയയിലെ എല്ലാ ആനിമൽസിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ഫ്ലോറ, ഓപ്ഷൻ ബി ഫൗണ, ഓപ്ഷൻ സി ഫ്ലോക്ക്, ഓപ്ഷൻ ഡി ഹെർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഫൗണയാണ്. ഫൗണ. വൺ വേർഡ് ഫോർ ആൾ ദ ആനിമൽസ് ഓഫ് ആൻ ഏരിയ എന്നതിൻ്റെ വൺ വേർഡ് ഫൗണയാണ്. ആൾ ദ ആനിമൽസ് ഓഫ് ആൻ ഏരിയ, ഫൗണ. ഇപ്പോൾ ഫൗണ എന്നതിൻ്റെ അർത്ഥം ഒരു പ്രദേശത്തെ അല്ലേ, ഒരു ഭൂപ്രദേശത്തെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ മുഴുവൻ ജന്തുവർഗത്തെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫൗണ. ഒരു ഭൂപ്രദേശത്തെ മുഴുവൻ ജന്തുവർഗത്തെയും കൂടി ചേർത്ത് വിളിക്കുന്ന വൺ വേർഡാണ് ഫൗണ കേട്ടോ. ഫൗണ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ എറർ. ഇതിൽ എവിടെയാണ് തെറ്റെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ നോ സൂണർ ഡിഡ് ഹി, ഓപ്ഷൻ ബി എൻ്റർ ദ ക്ലാസ്, ഓപ്ഷൻ സി വെൻ ആൾ ദ സ്റ്റുഡൻസ്, ഓപ്ഷൻ ഡി സ്റ്റുഡ് അപ്പ്. ഇതൊരു സെൻറ്റൻസ് ആണ്. നോ സൂണർ ഡിഡ് ഹി എൻ്റർ ദ ക്ലാസ് വെൻ ആൾ ദ സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ്. ഇതിലെവിടെയാണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കണം. എവിടെയാണ് തെറ്റ്? സിമ്പിൾ ചോദ്യമാണ്. ഇതേ രീതിയിൽ ഇതേ മോഡൽ ചോദ്യം ഈ അടുത്ത എക്സാമുകളിൽ കണ്ടുവരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ തെറ്റ് ഓപ്ഷൻ സിയിലാണ്. കാരണം വെൻ അല്ല വരേണ്ടത്. നോ സൂണർ വരുമ്പം ദാൻ വേണം വരേണ്ടത് കേട്ടോ. ദാൻ. ചില വാക്കുകളുണ്ട് നോ സൂണർ ദാൻ, അതുപോലെ എന്താണ് ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, നോ സൂണർ ദാൻ. അപ്പോൾ ഹാർഡ്ലി, സ്കേഴ്സ്ലി ഇതിനൊക്കെ ശേഷം വെൻ ആണ് വരേണ്ടത്. എന്നാൽ നോ സൂണർ എന്നതിന് ശേഷം ദാൻ ആണ് വരേണ്ടത് കേട്ടോ. എപ്പോഴും ഈ വാക്കുകളാണ് PSC ആവർത്തിച്ച് ചോദിക്കാറുള്ളത്. ഹാർഡ്ലി, അതുപോലെ സ്കേഴ്സ്ലി, ഈ വേർഡൊക്കെ വെച്ചാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഹാർഡ്ലി, സ്കേഴ്സ്ലി ഈ വാക്കുകൾക്ക് ശേഷം വെന്നാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ നോ സൂണർ എന്ന വാക്കിന് ശേഷം ദാൻ. ഇവിടെ നോ സൂണർ ആണല്ലേ തുടങ്ങിയിരിക്കുന്നത്. നോ സൂണർ വരുമ്പോൾ അതിനുശേഷം ദാൻ ആണ് വരേണ്ടത്, വെന്നല്ല ദാൻ ആണ് വരേണ്ടത് കേട്ടോ. അപ്പം നോ സൂണറിന് ശേഷം വെന്നല്ല വരേണ്ടത്, ദാൻ ആണ് വരേണ്ടത്. ദാൻ, നോ സൂണർ ദാൻ. ഓക്കെ. അപ്പോൾ ഇത് ഈ നോ സൂണറിൻ്റെ അവിടെ നമ്മൾ ചിലപ്പോൾ നോ സൂണറിൻ്റെ അവിടെ ഹാർഡ്ലി ആയിരിക്കും തരണം. ഹാർഡ്ലി ആണ് വരുന്നതെങ്കിൽ വെന്ന്, ഹാർഡ്ലി വരുമ്പോൾ വെന്ന്, സ്കേഴ്സ്ലി വരുമ്പോൾ വെന്ന്, അതുപോലെ നോ സൂണർ വരുമ്പോൾ ദാന്, അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇതുപോലെ ഒരുപാട് ദിവസം നമ്മൾ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. വീഡിയോസൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.